വെൽക്കം ടു സ്റ്റോറി മങ്ക്. കേരളത്തിൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റു. പല പുതുമകളുണ്ട്, ചില കീഴ്വഴക്കങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആദ്യം പറയേണ്ടത് പൂർണ്ണ മന്ത്രിസഭ. UDF അധികാരത്തിൽ വരുമ്പോഴൊന്നും സമീപകാലത്ത് കാണാത്ത വിധത്തിലൊരു പൂർണ്ണ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നു. പ്രധാനപ്പെട്ട പദവികളിലേക്കുള്ള നിയമനങ്ങൾ ആദ്യ ദിവസം തന്നെ നടത്തിയിരിക്കുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ ആദ്യ ദിവസം തന്നെ നടത്തിയിരിക്കുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം ആശമാർക്ക് ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അംഗൻവാടി വർക്കർമാർ, അതുപോലെ പാചകത്തൊഴിലാളികൾ, ഇവരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപ വർധന വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനൊപ്പം UDF പ്രകടനപത്രികയിൽ പറഞ്ഞ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് അതുടൻ രൂപവൽക്കരിക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ ഈ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയും അതിൻ്റെ തുടക്കവുമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ സത്യപ്രതിജ്ഞ കാണുമ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF സർക്കാർ വരുമ്പോൾ ആദ്യം ചിലപ്പോൾ മുഖ്യമന്ത്രിയും ഘടകകക്ഷിയുടെ നേതാക്കളും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷമായിരിക്കും മന്ത്രിമാർ സത്യപ്രതിജ്ഞ. ഇങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ടുവരാറ് UDF അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ. പക്ഷേ ഇത്തവണ ഒരു പൂർണ്ണ മന്ത്രിസഭ സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരിക്കുന്നു. തുടക്കം എന്നുള്ള നിലയ്ക്ക് ആ കാഴ്ചയെ എങ്ങനെയാണ് ബഷീർ കാണുന്നത്? തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ രണ്ടർത്ഥത്തിൽ. ഒന്ന്, UDFൻ്റെയും കോൺഗ്രസിൻ്റെയും അണികൾക്ക് പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്ക് പൊതുവായും തന്നെ പ്രോഗ്രസീവായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ചില സൈൻസ് യഥാർത്ഥത്തിൽ ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അതിൻ്റെ ഒരു പങ്കാളിത്തം. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ, മുഖ്യമന്ത്രിമാർ, വിജയ് ഒഴികെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒക്കെ വന്നു പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ്, ഒഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ, ബിനോയ് വിശ്വം ഉൾപ്പെടെ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നു. ഈ വിധത്തിൽ അവരെ എല്ലാവരെയും വേദിയിൽ തന്നെ ഇരുത്തിക്കൊണ്ടുള്ള സത്യപ്രതിജ്ഞ. ആ വിധത്തിൽ നോക്കുമ്പോൾ ഒന്ന്, UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റ് കൂടി അവർ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഒരു അധികാര പരിധി എന്നത് കുറച്ചുകൂടി വ്യാപിക്കുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കുന്നു. അതിന് ഒരു ദേശീയ തലത്തിലുള്ള സംഘടനയുടെയും അതോടൊപ്പം തന്നെ അധികാരത്തിലിരിക്കുന്ന മറ്റ് സർക്കാരുകളുടെയും ഒരു പിന്തുണ എന്നത് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻക്ലൂസീവായ ഒരു ലിസ്റ്റാണ് പ്രഖ്യാപിച്ചത് എന്നതും അതാണ് ഞാൻ ഏറ്റവും പ്രധാനമായി കാണുന്നത്. ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും മതിയായ എന്നോ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് എന്നോ നമുക്ക് പറയാൻ കഴിയില്ല. 20-21 മന്ത്രിസ്ഥാനങ്ങളിൽ ഏതാണ്ട് എല്ലാവരുടെയും പ്രാതിനിധ്യം ഉണ്ട് എന്ന വിധത്തിലുള്ള ഒരു ലിസ്റ്റാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ചില പ്രാദേശിക അല്ലെങ്കിൽ ചില ജില്ലകളുടെയൊക്കെ കാര്യത്തിൽ പ്രാതിനിധ്യമില്ല എന്ന പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പൊതുവായി ഒരു പല വർണ്ണങ്ങളുള്ള ബഹുസ്വരമായ ഒരു മന്ത്രിസഭയെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി എനിക്ക് തോന്നുന്നത്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ, അത് മന്ത്രിസ്ഥാനങ്ങളിൽ മാത്രമായിട്ടല്ല അത് കൊടുത്തത്, അത് മറ്റ് സ്ഥാനങ്ങളിലേക്ക് കൂടി നീട്ടിയാണ് ആ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നി. ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുമ്പോഴേ സാധാരണ ഒരു UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സർക്കാരിൻ്റെ രൂപവൽക്കരണ ഘട്ടത്തിൽ പോലും മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യം ഒരുപക്ഷെ ഒതുങ്ങിയേക്കാം എന്നുള്ള മട്ടിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതുപോലെ പട്ടിക വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം എത്ര ഉണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള സന്ദേഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതകരം എന്ന് തന്നെ പറയാം, UDF സർക്കാരിൽ ആദ്യമായിട്ട് 2 വനിതാ പ്രതിനിധികൾ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നു എന്ന കൗതുകമോ അല്ലെങ്കിൽ പ്രാധാന്യമോ ഈ മന്ത്രിസഭയിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ LDF സർക്കാരുകളുടെ കാര്യമല്ല പറയുന്നത്, UDF സർക്കാരുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്നത് മിക്കവാറും പേരിൽ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രം. 2016 വരെ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എൻ്റെ തോന്നുന്നത്. എല്ലാ മന്ത്രിസഭയിലും ഒരാൾ എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ തവണ അത് മാത്രമല്ല, പിന്നെ ഒരു നാമമാത്രമായ
ഒരു മന്ത്രിസ്ഥാനം എന്നതിനപ്പുറം ഇപ്പോൾ വിജയലക്ഷ്മി വയനാട്ടിൽ പി കെ ജയലക്ഷ്മി അവർ മന്ത്രിയായപ്പോൾ നാമമാത്രമായൊരു മന്ത്രിസ്ഥാനം കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അത് ആദിവാസി പ്രതിനിധാനവും അതോടൊപ്പം വനിതാ മന്ത്രിയും എന്ന മട്ടിൽ പേരിനൊരു മന്ത്രിയെ നിർത്തി അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് പകരം ദളിത് വിഭാഗത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ട്, 2 സ്ത്രീകളുണ്ട്. പിന്നെ ഏതാണ്ട് പൊതു കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കോമ്പോസിഷൻ നടപ്പാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്, എങ്കിൽ കൂടി എല്ലാ കീഴ്വഴക്കങ്ങളും പാലിക്കാനുള്ളതല്ല, ചിലതൊക്കെ പുതുതായി കൊണ്ടുവരേണ്ടതുണ്ട്, ചിലത് തിരുത്തി പോകേണ്ടതുണ്ട് എന്ന മട്ടിൽ ഒരു പുതുമ എന്നത് ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ചില പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിലുള്ളതും അല്ലാതെയുമായി വാഗ്ദാനം ചെയ്ത ചില പ്രഖ്യാപനങ്ങൾ ആദ്യ മന്ത്രിസഭയിൽ തന്നെ നടത്തുന്നു. മുഴുവൻ മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാജീവ് പറഞ്ഞതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങൾ ആദ്യ ദിവസം തന്നെ നടത്തുന്നു. അങ്ങനെ ഒരു സതീശൻ സ്വഭാവത്തിലുള്ള ഒരു സന്ദേശം യഥാർത്ഥത്തിൽ ഈ ആദ്യ ദിവസം കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ്. കീഴ്വഴക്കങ്ങളുടെ കാര്യം പറയുമ്പോഴേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്ന വാർത്ത, ലോക് ഭവൻ, പഴയ രാജ്ഭവൻ, ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വേദിയിൽ തമിഴ്നാട്ടിലുണ്ടായതുപോലെ എല്ലാ ആളുകളും നിരന്നിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. സാധാരണഗതിക്ക് അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു, മുഖ്യമന്ത്രിയും തുടർന്ന് ക്രമമനുസരിച്ച് മന്ത്രിമാരും സത്യവാചകം ചൊല്ലിപ്പോകുന്നു, ബാക്കി ആരും വേദിയിൽ ഉണ്ടാകാറ് പതിവില്ല. ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല വേദി. ലോക് ഭവൻ അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ വേദി രൂപകൽപ്പന ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി, അടുത്ത പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ വിളിച്ചിരുത്തുന്നത് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് മാത്രമായിരുന്നില്ല ആ വേദിയിലുണ്ടായിരുന്നത്. വിവിധ കക്ഷി നേതാക്കൾ ആ വേദിയിലുണ്ടായിരുന്നു. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, BJP സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി വിവിധ കക്ഷികളുടെ നേതാക്കൾ, അതായത് പ്രതിപക്ഷത്തെ വിവിധ കക്ഷികളുടെ നേതാക്കളെ കൂടെ ആ വേദിയിലേക്ക് കൊണ്ടുവരാൻ സതീശൻ്റെ തീരുമാനിച്ചതാണ് എന്ന് സതീശൻ പരസ്യമായി പറയുകയും ചെയ്തു. തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ വ്യക്തിഗതമായി വിളിച്ചതാണ്. സമയപരിമിതി കൊണ്ട് എല്ലാവരെയും നേരിട്ട് വിളിക്കാൻ പറ്റിയില്ല. പക്ഷേ വ്യക്തിഗതമായി ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മുഴുവനും വന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ അത് അതേസമയം ലോക് ഭവൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുമ്പോൾ വന്ദേ മാതരം 2 തവണ ആദ്യവും അവസാനവും വന്ദേ മാതരം ചൊല്ലി. ബംഗാളിൽ വന്ദേ മാതരം ആലപിച്ചിരുന്നില്ല, തമിഴ്നാട്ടിൽ ആലപിച്ചു. വന്ദേ മാതരത്തിൻ്റെ പുതിയ നിയമമനുസരിച്ചുള്ള ഫുൾ വേർഷനാണ് ആലപിച്ചത്. ആദ്യഘട്ടത്തിൽ അത് ആലപിക്കുമ്പോൾ മുഖ്യമന്ത്രി അത് ഏറ്റുചൊല്ലുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവസാനത്തിൽ വന്ദേ മാതരം ആലപിക്കുമ്പോൾ മുഖ്യമന്ത്രിയും അത് ഏറ്റുചൊല്ലുന്നത് കാണുന്നുണ്ടായിരുന്നു. ആ വിധത്തിൽ അതൊരു പക്ഷേ ലോക് ഭവൻ്റെ തീരുമാനമായിരിക്കാം, ഇങ്ങനെ ആണ് ഈ ചടങ്ങിൻ്റെ പ്രൊസീജിയർ പോകേണ്ടത് എന്ന്. അല്ല, ആ പ്രൊസീജിയർ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നോട്ടിഫൈ ചെയ്തു. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദേശീയ ഗീതമായ വന്ദേ ഭാരതത്തിൻ്റെ 6 സ്റ്റാൻസകളും പൂർണ്ണമായി ആദ്യം ചൊല്ലണം എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്തതാണ്. അതുകൊണ്ട് അത് ലംഘിച്ചുകൊണ്ട് തൽക്കാലം പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, അതും ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൽക്കാലം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ച്, അത് പിന്നെ ഇപ്പോൾ ഏത് സർക്കാർ വന്നാലും ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല, അത് ചെയ്യാനും സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴകത്തെക്കുറിച്ചുള്ള ഗാനം ആദ്യം ആലപിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു വിവാദമായി. പക്ഷേ അവിടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് അത് മാറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമായും സാധ്യമായ കാര്യമല്ല. പക്ഷേ സർക്കാരിൻ്റെ മാത്രമായ ഏതെങ്കിലും ഒരു ചടങ്ങിൽ ഇത് ചൊല്ലുകയാണെങ്കിൽ മാത്രമേ അതിലെന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒരു കോൺട്രവേഴ്സിക്ക് സ്കോപ്പ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള കോൺട്രവേഴ്സിക്ക് അതിൽ സ്കോപ്പില്ല എന്ന് തന്നെ. അതോടൊപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, സാധാരണ മുസ്ലിം ലീഗ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നേരത്തെയൊക്കെ ചിലരെങ്കിലും ഒരു രോമത്തൊപ്പി വെക്കാറുണ്ടായിരുന്നു. CH-ൻ്റെ ഒരു ബ്രാൻഡ് തൊപ്പിയാണത്. അത് വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യാറ് പലരും. അതുപോലെ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സാധാരണ നേരത്തെ പല ലീഗ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത്തവണ 5 മന്ത്രിമാരും ദൈവനാമത്തിൽ, ജനറലായി മറ്റുള്ളവരെ പോലെ തന്നെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്തത്. ഈ വിധത്തിൽ കുറേ അധികം
കാഴ്ചകളും പുതുമകളും യഥാർത്ഥത്തിൽ ഇന്നത്തെ സത്യപ്രതിജ്ഞയ്ക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ അതുവഴി പോലും ഒരു കോൺട്രവേഴ്സി കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനമെടുത്ത് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാം. എനിക്ക് തോന്നിയ വേറൊരു കാര്യം, സാധാരണ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ പ്രതിപക്ഷത്തേക്ക് മാറുന്ന മുന്നണി ഞങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്നൊരു വാഗ്ദാനം നൽകാറുണ്ട്. പക്ഷേ വളരെ വൈകാതെ തന്നെ ഏത് തീരുമാനത്തെയും എതിർക്കുന്ന ഒരു പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ എല്ലാ കാലവും കാണാറുണ്ട്. ഇത് കഴിഞ്ഞ 2021 സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നതാണ് ഞങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും എന്നുള്ളത്. പക്ഷേ പ്രതിപക്ഷം ഏത് വിധത്തിലാണോ മുൻകാലത്ത് പ്രവർത്തിച്ചത് ആ രീതിയിൽ തന്നെ തുടരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത്തവണയും അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ശേഷിക്കുന്നുണ്ട്. സതീശൻ ഈ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കളെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ, അവരെ വേദിയിലിരുത്താൻ തീരുമാനിക്കുമ്പോൾ പ്രതിപക്ഷത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പാർട്ടികളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ഭരണം, അങ്ങനെ ഒരു കുറെ കൂടെ എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ളൊരു ഭരണമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ എനിക്ക് തോന്നിയത് സതീശൻ തന്നെയായിരിക്കും സതീശൻ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട PR ചെയ്യാൻ പോകുന്നത് എന്നാണ്. അദ്ദേഹം ആവർത്തിച്ച് നിങ്ങൾ കാണുന്നില്ലേ, പുതിയ ഒരു സന്ദേശം കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതേസമയം എടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, മുൻ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരിൽ നിന്ന് അക്രമം നേരിട്ട ആ സംഭവത്തിൽ ഒരു പുനരന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ തന്നെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊരു കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഉത്തരവിൻ്റെ പഴുത് വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ കാര്യത്തിലും ഇത് നേരത്തെ സതീശൻ സ്വന്തം പാർട്ടി അണികൾക്ക് കൊടുത്ത ഒരു ഉറപ്പാണ്. അത്തരം സംഭവങ്ങൾ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്ന് പല ഘട്ടങ്ങളിൽ സതീശൻ പറയുന്നുണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം ആവർത്തിച്ചു, ഞങ്ങൾക്കത് മറക്കാൻ കഴിയില്ല എന്ന്. ആ വിധത്തിൽ സാധാരണഗതിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ മറുപക്ഷത്തുള്ളവരെ ടാർഗറ്റ് ചെയ്യാതിരിക്കുക എന്ന ഒരു പൊതു തത്വം ആളുകൾ പാലിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുനരന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അക്കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊരു മെസ്സേജ് സ്വന്തം അണികൾക്ക് കൊടുക്കുക എന്നതിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നേരത്തെ ബഷീർ സംസാരിച്ചപ്പോൾ ഈ മന്ത്രിസഭയിലെ ഒരു പ്രാതിനിധ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പ്രാതിനിധ്യത്തോടൊപ്പം എനിക്ക് മന്ത്രിസഭയെക്കുറിച്ച് തോന്നിയത് വളരെ പരിചയസമ്പന്നരായ ഒരു നിര അവിടെയുണ്ട്. അതായത് മന്ത്രിമാരായി പ്രവർത്തിച്ച് പരിചയസമ്പന്നരായ ആളുകളുണ്ട്, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ദീർഘകാല പരിചയമുള്ള ആളുകൾ അവിടെയുണ്ട്, അതുപോലെ ചെറുപ്പക്കാരായ ആളുകളുടെ പ്രാതിനിധ്യം അവിടെയുണ്ട്. വനിതകൾ 2 പേർ, എന്താ പറയുക, UDFൻ്റെ പതിവ് ശൈലി വിട്ട് ഒരാളെ കൂടെ വനിതാ പ്രാതിനിധ്യം ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് കുറച്ചും കൂടെ ഒരു കാലമാറ്റത്തിനനുസരിച്ചുള്ള ഒരു ചേഞ്ച്, അതിന് വേണ്ടിയിട്ടുള്ളൊരു വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ശ്രമം. യഥാർത്ഥത്തിൽ 10 വർഷത്തിന് ശേഷം വരുന്ന ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും പുതിയതാകാനുള്ള സാധ്യത അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു തലമുറ തന്നെ ഏറെക്കുറെ മാറിക്കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഒരു മുഴുവൻ പുതിയ മന്ത്രിമാരെ വെച്ചുകൊണ്ടുള്ള 2021 പിണറായി വിജയൻ പരീക്ഷിച്ചതുപോലെ, പാർട്ടിക്കകത്ത് പരീക്ഷിച്ചതുപോലെ പുതിയ മന്ത്രിമാരെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. അതിന് പകരം പരിചയസമ്പന്നരായ മന്ത്രിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സത്യപ്രതിജ്ഞയുടെ അതിൻ്റെ ഓർഡർ പോലും അതങ്ങനെയായിരുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് രണ്ടാമത്തെ ഘടകകക്ഷിയിൽ നിന്ന് ഒരാൾ, അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ഘടകകക്ഷികൾ, അങ്ങനെയാണ്. പിന്നീട് ജനറലായിട്ട് കോൺഗ്രസിൻ്റെയും മറ്റ് പ്രധാന കക്ഷികൾ എല്ലാവരുടെയും ഒന്നിച്ചു പോകാൻ. ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടിയുടേത് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് വന്ന 3 പ്രധാനപ്പെട്ട ആളുകളുടെ, അതായത് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ എന്നിവരുടേത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് ആളുകളെ ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ ഒരു ക്രമം, അതായത് ഒരു മുതിർന്ന 4 പേർ, കോൺഗ്രസിൽ നിന്ന് മുതിർന്ന 4 പേർ രംഗത്തുണ്ട്. അവർ മന്ത്രിസഭയുടെ നെടുന്തൂണുകളായി ഉണ്ടായിരിക്കും. അതോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയും. അങ്ങനെ 5 പേരുടെ ഒരു മുതിർന്ന നേതൃത്വം എന്നതിനെ ആ ഒരു മെസ്സേജ് കൊടുക്കുന്നതിൽ ആ സത്യപ്രതിജ്ഞയുടെ ക്രമീകരണം പോലും വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുരളീധരൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, മുഖ്യമന്ത്രി VD സതീശൻ എന്നതായിരിക്കും ഈ ടീമിൻ്റെ ഒരു നേതൃത്വം എന്ന ഒരു മെസ്സേജ് ആ ക്രമീകരണത്തിൽ തന്നെ കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്
മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രിസഭയിലെ രണ്ടാമൻ ആര് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ റേസ് ചെയ്യപ്പെട്ടിരുന്നു. അത് പാർട്ടിയിലോ മന്ത്രിസഭയിലോ അല്ല, പക്ഷേ പുറമേക്ക് ആ ചോദ്യം റേസ് ചെയ്യപ്പെട്ടിരുന്നു. ഇവിടെ അത്തരം കൺഫ്യൂഷൻസ് ഒന്നുമില്ല. കാരണം വെച്ചാൽ ആ ഓർഡറിലാണ് മന്ത്രിമാരുടെ പട്ടിക ലോക് ഭവനിലേക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്നത്. അതനുസരിച്ചാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ സർക്കാരിൽ 1-ാം സ്ഥാനത്താര്, 2-ാം സ്ഥാനത്താര്, 3-ാം സ്ഥാനത്താര്, 4-ാം സ്ഥാനത്താര്, 5-ാം സ്ഥാനത്താര് എന്ന് വളരെ കൃത്യമായി മെസ്സേജാണ് കൊടുക്കുന്നത്. എനിക്കതിലൊരു സംശയമുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ആരാണ് രണ്ടാമൻ എന്ന കാര്യത്തിലൊരു ഇതുണ്ടോ എന്നത് മാത്രമാണ്. ബാക്കി ഇതിന് നേതൃത്വം ആരാണ്, ആദ്യ 5 പേർ ആരാണ് എന്ന് ക്ലിയർ മെസ്സേജ് കൊടുക്കുന്നു. അത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മന്ത്രിമാരുടെ പട്ടികയും ആ വിധത്തിലായതുകൊണ്ട് കൂടിയാണ് നമുക്ക് അങ്ങനെ ഒരു ഇമ്പ്രഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഡോക്ടർ എം കെ മുനീറിനെ പോലെയോ മറ്റോ ഉള്ള മറ്റൊരാൾ മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ കൺഫ്യൂഷൻ കുറച്ചുകൂടി കൂടുമായിരുന്നു. അതിന് പകരം ലീഗിലേത് കുഞ്ഞാലിക്കുട്ടി ഒഴികെയുള്ള ആളുകൾ പുതിയ മന്ത്രിമാരാണ് എന്ന പ്രത്യേകത കൊണ്ട് കൂടിയാണ് ഇതിങ്ങനെ തോന്നുന്നത് നമുക്ക്. റൈറ്റ്. ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗങ്ങളെ പരിശോധിക്കുമ്പോൾ കൗതുകകരമായി തോന്നിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൽ വകുപ്പ് വിഭജനം കഴിഞ്ഞപ്പോൾ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് വി ശിവൻകുട്ടിക്കാണ് എന്ന് പറഞ്ഞപ്പോൾ തലയിൽ കവിച്ച ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ 5 കൊല്ലത്തിനപ്പുറം ആ വകുപ്പ് അത്ര മോശമല്ലാതെ കൈകാര്യം ചെയ്തൊരു മന്ത്രിയാണ് എന്നുള്ളൊരു ഇമേജിലാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. ഈ സർക്കാർ വരുന്ന ഘട്ടത്തിലും ചിലരെക്കുറിച്ചൊക്കെ ഇത്തരം സംശയങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കൃത്യമായൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പി കെ ബഷീർ മന്ത്രിസഭയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളും വലിയ എന്താ പറയുക, അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന, ഇതുവരെ നിയമസഭയിലേക്ക് എത്തിയിട്ടില്ലാത്ത, ആദ്യമായി നിയമസഭയിൽ വരുന്ന ഒരാൾ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മന്ത്രിയായതിനു ശേഷമാണ്. ഒരുപക്ഷെ കെ രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ. അപ്പോൾ അതേക്കുറിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പലരും ഉണ്ട്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ കെ മുരളീധരൻ, അദ്ദേഹം വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റ് മന്ത്രിയായിരിക്കെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് വീണ്ടും മന്ത്രിസഭയിലേക്ക് വരികയാണ്. അദ്ദേഹം സത്യവാചകം ചൊല്ലുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു ടെൻഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കാരണം അദ്ദേഹം കുറച്ച് ഇമോഷണലായിട്ടാണ് സത്യവാചകം ചൊല്ലിയത്. 25 വർഷത്തിന് ശേഷം. അതെ, 25 വർഷത്തിന് ശേഷം. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടാനുള്ളൊരു ചാൻസ് അവിടെ ശേഷിക്കുന്നുണ്ട്. എൻ്റെ തോന്നൽ എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ പട്ടികയിൽ സംശയദൃഷ്ടിയോടുകൂടെ ഇപ്പോൾ ആളുകൾ നോക്കുന്നവരായിരിക്കും ഒരു പക്ഷേ മന്ത്രിമാർ എന്നുള്ള നിലയിൽ വലിയ പ്രകടനം ഭാവിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? ഈ ജനീഷിൻ്റേത് സർപ്രൈസ് ആയിരുന്നു. അതൊരു പക്ഷേ തൃശ്ശൂരിൻ്റെ പ്രാതിനിധ്യം, ഈഴവ പ്രാതിനിധ്യം, അതോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലുള്ള പ്രാതിനിധ്യം, രാഹുൽ ഗാന്ധി ഇടപെട്ടാണ് അത് കൊടുത്തത് എന്ന് രമേശ് ചെന്നിത്തല പരസ്യമായി പറയുന്നുണ്ടായിരുന്നു. ആ വിധത്തിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബഷീറിൻ്റേതുപോലെയുള്ള കാര്യത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർക്ക് ഇത് നേരത്തെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിട്ട്, ഇപ്പോൾ ചാക്കിരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായി വന്നപ്പോൾ നിങ്ങൾക്കില്ലാത്തത് നിങ്ങൾക്ക് കിട്ടിയല്ലേ എന്ന് ലീഗിൻ്റെ അധ്യക്ഷൻ തന്നെ ചോദിച്ചു എന്നൊരു കഥയുണ്ട്. ലീഗിൻ്റെ അധ്യക്ഷൻ അന്ന് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. അദ്ദേഹം ചാക്കിരിയെ കണ്ടപ്പോൾ എന്താണ് കിട്ടിയത്? വിദ്യാഭ്യാസം. നിങ്ങൾക്കില്ലാത്തത് തന്നെ കിട്ടിയല്ലേ എന്ന് പറഞ്ഞു എന്നുണ്ട്. ലീഗിൻ്റെ മന്ത്രിമാർക്ക് നേരെ പൊതുവായി ഇത്തരം ആക്ഷേപങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമല്ല, ഒരു പരിഹാസ സ്വരമാണത്. അത് നേരത്തെ സീതി ഹാജിയൊക്കെ ഒരുപാട് നേരിട്ടുണ്ട്. പക്ഷേ സീതി ഹാജിയുടെ മകൻ ഒരു കാവ്യനീതി പോലെ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അതിൽ പൊതുമരാമത്താണ് പി കെ ബഷീറിന് കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നു. ലീഗിൻ്റെ വയനാട്ടിലെ ഭവന പദ്ധതിയുടെ ചുമതലക്കാരൻ ബഷീറായിരുന്നു. അതിൻ്റെ ചുമതലയുള്ള ആർക്കിടെക്റ്റ് പരസ്യമായി ഒരു ബൈറ്റിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബഷീറിൻ്റെ ശല്യം കൊണ്ടാണ് അത് അത്രയും മനോഹരമായി തീർന്നത്. അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്താലോ എന്നാലോചിക്കുന്ന വിധത്തിൽ ഈ ഭവന സമുച്ചയത്തിന് വേണ്ടി ബഷീർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു എന്ന്. ആ വിധത്തിൽ രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി ജഡ്ജ് ചെയ്യാനേ പറ്റില്ല. എങ്ങനെ പെർഫോം ചെയ്തു വരുമെന്ന്. ഇ കെ ഇമ്പിച്ചിബാവ ചരിത്രത്തിലൊരു ഉദാഹരണമാണ്. ഇ കെ ഇമ്പിച്ചിബാവ വരുമ്പോൾ സിഗരറ്റിൻ്റെ കൂടിൻ്റെ ബാക്ക് സൈഡിൽ നിയമനോത്തരവ് എഴുതി കൊടുത്തു എന്ന ആക്ഷേപം നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇമ്പിച്ചിബാവ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അഡ്മിനിസ്ട്രേറ്റർമാരിൽ ഒരാളായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെക്കുറിച്ചും ഇത്തരത്തിൽ, ഇപ്പോൾ ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ ഇതേ ആക്ഷേപം തുടക്കത്തിൽ നേരിട്ടിട്ടുണ്ട്. നാലകത്ത് സൂപ്പി നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊരു മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർക്ക് അല്പം അധികം പരിഹാസം നേരിടാറുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്.
എനിവേ 5 വർഷം കഴിയുമ്പോൾ അവരുടെ ഭരണം വിലയിരുത്തപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു കണക്കെടുപ്പിന് സാധ്യതയുള്ളൂ. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു മുൻവിധി പക്ഷേ ഞാൻ ഈ പറഞ്ഞ 3 മന്ത്രിമാരെ സംബന്ധിച്ചും വകുപ്പ് വിഭജനത്തിൻ്റെ കൃത്യമായ എന്താ പറയുക നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടില്ല. പക്ഷേ നമുക്ക് ഏതാണ്ട് ധാരണയുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ളത് ആരോഗ്യവും ദേവസ്വവുമാണ്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ഏറ്റവും അധികം പഴികേട്ട വകുപ്പുകളിൽ ഒന്നാണ് ആരോഗ്യം, പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. ദേവസ്വവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട 2 വകുപ്പുകൾ. അതുപോലെ പൊതുമരാമത്ത് എടുത്താൽ 2016 മുതൽ 2026 വരെയുള്ള കാലത്ത് യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കോ ആരോപണങ്ങൾക്കോ പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട വകുപ്പാണ് പൊതുമരാമത്ത്. ഒരു ഘട്ടത്തിൽ ജി സുധാകരനായിരുന്നു, പിന്നെ മുഹമ്മദ് റിയാസ് ആയിരുന്നു. മുഹമ്മദ് റിയാസ് ആ ചുമതല ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ജി സുധാകരനിൽ നിന്ന് മുഹമ്മദ് റിയാസിലേക്ക് വരുമ്പോൾ ആ ഭാരം റിയാസിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ 10 വർഷത്തെ ഭാരം പി കെ ബഷീറിനും നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ബ്രില്യൻസ് ആ വകുപ്പിൽ കാണിക്കാൻ പി കെ ബഷീറിന് എന്താ പറയുക, അതിൻ്റെ ഒരു ഭാരം ഉണ്ടാവും പി കെ ബഷീറിന്. ഒരു പക്ഷേ അദ്ദേഹം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു പെർഫോമൻസുമായിട്ടായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ലീഗിന് വീണ്ടും കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ PM ശ്രീ പദ്ധതി പോലെയുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, അതിൽ സൈൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ അതിന് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കാത്തിരിക്കുന്ന വകുപ്പ് എന്ന മട്ടിൽ അതിലും ഒരു ഉത്കണ്ഠയുടെ ഒരു എലമെൻ്റ് ഉണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത്. പക്ഷേ ശംസുദ്ദീൻ പുതുതായി ആദ്യമായി മന്ത്രിയാകുന്നയാളാണ്. എങ്കിൽ പോലും ലീഗിൻ്റെ വകുപ്പുകളൊക്കെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. അതിനുള്ള തുടക്കം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ചും BJPയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള തുടക്കം ഇട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ മന്ത്രിസഭയുടെ ഒരു പൊതു സ്വഭാവം, അതിൻ്റെ ഒരു കോമ്പോസിഷൻ എടുത്താൽ വളരെ എഫിഷ്യൻ്റായ ഒരു ടീമിനെ അസംബിൾ ചെയ്തെടുക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ തന്നെ അത് വിജയിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ ഒരു പൊതു സ്വഭാവം, അതായത് ഒരു കോർഡിനേറ്റഡ് ആയ ഒരു മന്ത്രിസഭയായിരിക്കും ഇത് എന്ന ഒരു മെസ്സേജ് നൽകുന്നതിൽ മുഖ്യമന്ത്രിയും വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകും എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്കതിനെ കാണാൻ. അതെ, ഈ ഘട്ടത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒന്ന് പൂർണ്ണ മന്ത്രിസഭ, പിന്നെ വളരെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ. അതായത് ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ, DGP ഈ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളൊക്കെ സാധാരണ UDF അധികാരത്തിൽ വന്നാൽ പിന്നെയും കുറേ ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം സംഭവിക്കുന്ന തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ നിയമനങ്ങളാണ്. അതൊക്കെ വേഗം നടക്കുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ വാഗ്ദാനം ചെയ്തതുപോലെ ആ വാഗ്ദാനം പൂർണ്ണമായി പാലിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു. അതിലേക്ക് ഒരു പക്ഷേ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമ്പോൾ പരാതി ഉണ്ടാകാൻ സാധ്യതയുള്ള വിവിധ വിഭാഗങ്ങളുടെ ഓണറേറിയം അലവൻസുകളും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു. KSRTCയിലെ സൗജന്യ യാത്ര സംബന്ധിച്ചുള്ളത് ജൂൺ 15 ഉണ്ടാകും, അല്ലെങ്കിൽ ബജറ്റിന് ശേഷം ഉണ്ടാകും എന്ന് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു. ഇതിനെല്ലാത്തിനും ഞാൻ പൊതുവിൽ കാണുന്നത്, ഇപ്പോൾ പൂർണ്ണ മന്ത്രിസഭ എന്ന് പറയുമ്പോൾ അത് കൃത്യമായി തീർപ്പാക്കാൻ, അതായത് ഞായറാഴ്ച വൈകിട്ട് ലിസ്റ്റ് കൊടുക്കും, തിങ്കളാഴ്ച രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് പറഞ്ഞത് അത് പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ UDFന് സാധിച്ചു. ദിവസത്തെ ഗ്യാപ്പ് വന്നല്ലോ, റിസൾട്ട് വന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഏതാണ്ട് 10 ദിവസത്തെ കാത്തിരിപ്പ് വന്നു. വിജയത്തിൻ്റെ ശോഭ കെട്ടുപോയി എന്ന അലിഗേഷനും നേരിട്ടിട്ടുണ്ട്. ഈ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കഴിയുന്നതോടുകൂടി, അത് ഏകോപിതമായി നടപ്പാക്കുന്നതോടുകൂടി ആ ഒരു ശോഭ കെട്ടു എന്ന അവസ്ഥക്ക് പരിഹാരം ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതെ, ശോഭ കെട്ടു, അത് ഇംപ്രഷൻ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന തർക്കങ്ങളും എന്താ പറയുക, മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള പരസ്പരമുള്ള വാഗ്വാദങ്ങളും ഒക്കെ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടാവും, UDFലെ ചില ഘടകകക്ഷികളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടാവും, ഘടകകക്ഷികൾ ആവശ്യപ്പെട്ട ചില ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെടാതെ പോയിട്ടുണ്ടാവും. ഇത് സംബന്ധിച്ചുള്ള ചില അതൃപ്തികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നിൽക്കുന്നുണ്ടാവും. പിന്നെ പൊതുവിൽ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചതിൽ പരാജയപ്പെട്ട KC വേണുഗോപാൽ മന്ത്രിസഭാംഗങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഒരു പരിധി വരെ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. കാരണം അദ്ദേഹവുമായി അലൈൻ ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു നിര തന്നെ കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടികയിലുണ്ട്. ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ സത്യപ്രതിജ്ഞ വളരെ കൃത്യസമയത്ത് പറഞ്ഞ പോലെ തന്നെ പൂർണ്ണ മന്ത്രിസഭ വരുന്നു, ചില തീരുമാനങ്ങൾ വളരെ വേഗത്തിലെടുക്കുന്നു, ചില പ്രധാനപ്പെട്ട നിയമനങ്ങളുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു. അതായത്
ഒരു 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 ഡയറക്ഷൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കാലതാമസം ഉണ്ടാകില്ല. ഞങ്ങൾ കുറേ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ ഈ മന്ത്രിസഭയ്ക്ക് തുടക്കത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുവഴി ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനെടുത്ത കാലതാമസം, അതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ, അതിലുണ്ടായ ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ കൊണ്ട് ഈ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും എം എൽ എമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള പരാതി യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും എം എൽ എമാർ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഒരു ഇമേജ് ക്രിയേഷൻ ഒരു പക്ഷേ ഈ സത്യപ്രതിജ്ഞയിലൂടെ ഭരണത്തോടുള്ള ഒരു അപ്രോച്ചിലും ഒരു വ്യത്യാസം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണാം. അതായത് സാധാരണ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിനോടൊപ്പമുള്ള മുഖ്യമന്ത്രിയാണ് പ്രബലനായ മുഖ്യമന്ത്രിയായി കണക്കാക്കുക. അപൂർവം ചിലപ്പോഴാണ് ആഭ്യന്തര വകുപ്പ്, മറിച്ച് ഇപ്പോൾ തിരുവഞ്ചൂർ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, രമേശ് ചെന്നിത്തല വേറെ കൈകാര്യം ചെയ്തു, VSന്റെ കാലത്ത് കോടിയേരി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലക്ക് കൊടുക്കുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരാമർശിക്കപ്പെട്ട ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതേസമയം ഫിനാൻസ് മുഖ്യമന്ത്രി എടുക്കുന്നു. ഇങ്ങനെ ഈ ഫിനാൻസ് പോലെയുള്ള വകുപ്പുകൾ, നിയമം, ഫിനാൻസ് മുഖ്യമന്ത്രി എടുക്കുന്നു. ഇത്തരം ഒരു നടപടിയിലൂടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രബലത ഉറപ്പുവരുത്താൻ കഴിയും എന്ന് വിശ്വസിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഭരണത്തോടുള്ള ഒരു അപ്രോച്ചിൽ തന്നെ ആഭ്യന്തരം കൈയാളുക എന്നതല്ല, പൊതുഭരണം തന്നെ കൈയാളുക എന്നതാണ് നല്ലത് എന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അത് വിജയകരമാണോ? അത് വിജയകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓവർ എ പീരീഡ് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ധനകാര്യം മുഖ്യമന്ത്രി കൈവശം വയ്ക്കുന്നു, അതുപോലെ നിയമവും തുറമുഖവും പൊതുഭരണവും മുഖ്യമന്ത്രി കൈവശം വയ്ക്കുന്നു. ധനകാര്യ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഒരു ഗവർണൻസിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് ധനവകുപ്പാണ്. കാരണം വെച്ചാൽ എല്ലാ വകുപ്പുകളുടെയും ഫയലുകൾ വന്നു പോകുന്ന സ്ഥലം, ഒരു ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്ന ധനവകുപ്പാണ്. ആ നിലയ്ക്ക് ധനവകുപ്പിന് ഒരു ഭരണം മുന്നോട്ട് പോകുന്നതിൽ വലിയ കീ റോളുണ്ട്. അവിടെ മുഖ്യമന്ത്രിയുടെ ഡയറക്ഷനും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധനവകുപ്പ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഡയറക്ഷൻ അനുസരിച്ച് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ധനവകുപ്പിന് ഈ ഗവേണൻസിൻ്റെ കാര്യത്തിൽ ഒരു വലിയ റോള് വഹിക്കാനുണ്ട്. അതാണ് സതീശൻ സ്വയം കൈവശം വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള മന്ത്രിമാർ, അവരുടെ ഗ്രൂപ്പ് എന്തായാലും, അവരുടെ എന്താ പറയുക, വിശ്വാസ്യത ആരോട് കൂറുള്ളവരാണെങ്കിലും ഭരണം എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ കൈവശമായിരിക്കും ആ വകുപ്പുകളുടെ മുഴുവൻ നിയന്ത്രണം എന്നുള്ളത് മുഖ്യമന്ത്രി ധനവകുപ്പ് കൈവശം വയ്ക്കുമ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. അതൊരു നല്ല കീഴ്വഴക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ മുതൽ തന്നെ മുഖ്യമന്ത്രിമാരുടെ ഓഫീസ് അധികാര കേന്ദ്രമാണ്. ധനവകുപ്പൂടെ കൈകാര്യം ചെയ്യുമ്പോൾ കുറേക്കൂടെ അധികാരം കേന്ദ്രീകരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ശേഷിക്കുന്നുണ്ട്. എന്നെ അലട്ടുന്ന പ്രശ്നം അതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് VD സതീശന് അദ്ദേഹത്തിന് ഒരു വകുപ്പും ഇല്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വം വരും. പല തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ വരും. ഇപ്പോൾ പൊതുഭരണം, അല്ലെങ്കിൽ നിയമം, അല്ലെങ്കിൽ തുറമുഖം, ഇനി മറ്റു വകുപ്പുകളെല്ലാം. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല രമേശ് ചെന്നിത്തലയിലാണെങ്കിൽ പോലും ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും മുഖ്യമന്ത്രിയുടെ സേ ഉണ്ടാവും. ധനകാര്യം വേറൊരു മന്ത്രിയുടെ കീഴിലാണെങ്കിൽ പോലും അതിലും സേ ഉണ്ടാവും. പക്ഷേ ധനകാര്യ വകുപ്പ് കൈവശം വയ്ക്കുമ്പോൾ ഈ വകുപ്പിന് വേണ്ടി അദ്ദേഹം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അത്രയും സമയം ധനവകുപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി വ്യക്തിപരമായും നീക്കി വെക്കേണ്ടി വരും. വ്യക്തി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളും ഒരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ മേലുണ്ടാകുന്ന ഒരു ജോലി ഭാരം എന്ന് പറയുന്നത് വളരെ അധികം വർദ്ധിപ്പിക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലാകുമ്പോൾ. കാരണം കേരളത്തിന് വിഭവ സമാഹരണത്തിനുള്ള സോഴ്സസ് വളരെ കുറവാണ്. വ്യാവസായിക വികസനവും വ്യാവസായിക ഉൽപ്പാദനവും കുറഞ്ഞ സംസ്ഥാനമാണ്. അതുകൊണ്ട് റവന്യൂ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാനുള്ള സോഴ്സസും കുറവാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള പരിമിതികൾ ധനവകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ധനവകുപ്പിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു 24/7 ജോലിയാണ് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ സതീശനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു അധിക ബാധ്യതയാണ് സത്യം പറഞ്ഞാൽ ധനവകുപ്പ് ഏറ്റെടുക്കുന്നത് വഴി ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ സതീശൻ്റെ ഒരു പ്രകൃതം കഴിഞ്ഞൊരു 10-25 കൊല്ലമായി കണ്ടുകൊണ്ടിരുന്നത്. ഹൈലി എനർജറ്റിക് ആയിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ശ്രമിക്കുന്നത്. ആ ഊർജ്ജം പ്രസരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഇത് കൈകാര്യം ചെയ്തേക്കും. സാമ്പത്തിക എക്സ്പെർട്ടൈസും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇത് കൈകാര്യം ചെയ്തേക്കും.
ഭംഗിയായി തന്നെ കൈയടക്കത്തോടുകൂടെ കൈകാര്യം ചെയ്തേക്കും. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് പറയുന്നത്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മേലുണ്ടാകുന്ന ഖജനാവിൻ്റെ ഒരു ചുമതല എന്നത് മറ്റൊരാൾ വഹിക്കുകയും മുഖ്യമന്ത്രി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കുറെ കൂടി കൺവീനിയൻറ്റ് എന്നല്ലേ? കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയാണ്. കാരണം പോളിസി ഡിസിഷൻസ്, മുഖ്യമന്ത്രിയുടെ റോൾ വളരെ പ്രധാനമാണ്. ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഡിസിഷൻസ് വളരെ പ്രധാനമാണ്. അതിനൊരു ഡയറക്ഷൻ കൊടുക്കണം. ഈ പോളിസി ഡിസിഷൻസിന് മുഴുവൻ ഒരു ദിശ കൊടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ഒരു റോളുണ്ട്. പൊതുഭരണം ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷനാണ്. അതുപോലെ ഇപ്പോൾ റവന്യൂ ആണ് വേറൊരു മേജർ വകുപ്പ്. അതിന് വേറൊരു മന്ത്രി ഉണ്ടെങ്കിൽ പോലും അതിൽ നടക്കുന്ന നിയമനങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ കൺസെൻറ്റോടുകൂടി മാത്രം നടക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഏതാണ്ട് എല്ലാ വകുപ്പുകളിലും ഇടപെടേണ്ട ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കെ ധനവകുപ്പ് പോലെ ഡേ ടു ഡേ കാര്യങ്ങളിൽ അത്രയധികം ഇൻവോൾവ്മെൻ്റ് ആവശ്യമുള്ളൊരു വകുപ്പ് സ്വന്തം കൈയിൽ വയ്ക്കുക എന്ന് പറയുന്നത്, ഞാനിപ്പോഴും പറയുന്നു, വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ടാക്കുന്ന ഭാരം ചെറുതായിരിക്കില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ബജറ്റിൻ്റെ പ്രിപ്പറേഷൻ സംസ്ഥാനത്ത് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്തായാലും ഒരു ഇടക്കാല ബജറ്റ് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ ഒരു തിരുത്തൽ ബജറ്റായിരിക്കും കൊണ്ടുവരിക. കാരണം കഴിഞ്ഞ സർക്കാർ ഒരു സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കിയതിന് ശേഷമാണ് അധികാരമൊഴിയുന്നത് എന്നുള്ളതുകൊണ്ട് അതിലൊരു കറക്ഷൻ ബജറ്റായിരിക്കും ചിലപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷേ അടുത്ത ബജറ്റിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മെയ് അവസാനത്തോടെ അടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ അടുത്ത ബജറ്റിനുള്ള പ്രിപ്പറേഷൻ മുഖ്യമന്ത്രി തന്നെ തുടങ്ങേണ്ടി വരും. സെപ്റ്റംബറിൽ അതിനുവേണ്ടി മാറിയിരിക്കേണ്ടി വരും. സെപ്റ്റംബർ മുതൽ അടുത്ത ഫെബ്രുവരി വരെയുള്ള ആ മാസം, ബജറ്റ് അവതരിപ്പിക്കുന്ന വരെയുള്ള സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ബജറ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ ബേർഡൻ അതൊരു വലിയ ബേർഡനാണ്, ചെറിയ ബേർഡനല്ല. കാരണം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും സംസാരിക്കണം, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കേൾക്കണം, എല്ലാ വകുപ്പുകളുടെ പ്രപ്പോസലും പഠിക്കണം, ആ പ്രപ്പോസലിന്മേൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് ചോദിക്കണം. ഇതൊക്കെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ കൂടി ധനമന്ത്രി തന്നെ നേരിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വലിയ ബേർഡൻ സത്യം പറഞ്ഞു. പക്ഷേ ഈ വലിയ വാഗ്ദാനങ്ങളുള്ള ഒരു പ്രകടന പത്രികയായതുകൊണ്ട് അത് നിറവേറ്റാൻ ഇതിന്മേൽ ഫിനാൻസിന്മേൽ ഒരു കൺട്രോൾ വേണം എന്നതുകൊണ്ടുകൂടിയാവാം ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ട്. അതെ, അത് മാത്രമല്ല, നേരത്തെ ഈ പുതുയുഗയാത്രയുടെ പ്രചരണത്തിലുടനീളം വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ പറഞ്ഞത്, വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നേരിട്ട് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം അദ്ദേഹം ആ വകുപ്പ് കൈവശം വയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, അതൊരു വലിയ ഭാരമായിരിക്കും അദ്ദേഹം ചുമക്കേണ്ടി വരിക. ഈ ടേമിലുടനീളം വലിയ ഭാരം അദ്ദേഹം ചുമക്കേണ്ടി വരും. അതോടൊപ്പം എനിക്ക് തോന്നിയ ഒരു മാറ്റം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജീവ് അത് സൂചിപ്പിക്കുകയും ചെയ്തു, മാധ്യമങ്ങളോടുള്ള അപ്രോച്ചിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാധ്യത കുറെ കൂടി അന്വേഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ പേര് കൺഫേം ചെയ്തതിന് ശേഷം, സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിനിടയിൽ ചുരുങ്ങിയത് ഒരു 15 തവണയെങ്കിലും വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ മൈക്കിന് മുമ്പിൽ വന്നു. പല ഘട്ടങ്ങളിൽ പലയിടത്ത് പോയി പല ആളുകളെ സന്ദർശിക്കുമ്പോഴും, അനുഗ്രഹം വാങ്ങാൻ പോകുമ്പോഴും, ഗവർണറെ കാണാൻ പോകുമ്പോഴും, അങ്ങനെ പല ഘട്ടങ്ങളിലായി 10-15 തവണ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും ഞാൻ അവൈലബിൾ ആണ് എന്ന ഒരു മെസ്സേജ് അദ്ദേഹം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ UDF കാലത്ത്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാലത്ത് കൂടുതലായി കണ്ടിരുന്നത് പോലെ മാധ്യമങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭരണനിർവഹണം എന്ന ഒരു രീതിയിലേക്ക് സതീശൻ പോകാനുള്ള സാധ്യതയുണ്ട് എന്നെനിക്ക് ഈ ഒരാഴ്ചയിലെ ഒരു 3-4 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള അപ്രോച്ച് വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ ചേഞ്ച് ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടുകയും ചെയ്യും. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പദത്തിലുണ്ടായിരുന്ന പിണറായി വിജയൻ്റെ ഒരു രീതി തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതിയായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് ഇടപെട്ടിരുന്ന രീതി വേറൊരു രീതിയിലായിരുന്നു. അതാണ് ശരി എന്നുള്ള ബോധ്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വി.ഡി. സതീശനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്ദേഹം എല്ലാ കാലത്തും മാധ്യമങ്ങളോട് നിരന്തരം സംസാരിക്കാൻ താല്പര്യപ്പെടുകയും കിട്ടുന്ന അവസരങ്ങൾ ഒഴിവാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹം MLA ആയിരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഒക്കെ അതിന് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും നമ്മൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കാണേണ്ടി വരിക. പക്ഷേ തുടർന്ന് അങ്ങോട്ട് ഇത് ഒരു ഓവർ എക്സ്പോഷറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഈ ഓവർ എക്സ്പോഷർ അതും ഒരു ബാധ്യതയായിട്ട് മാറാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ആയിരിക്കും നമ്മൾ കുറെ കൂടെ രസകരമായ ചില മൊമെന്റ്സ് ഉണ്ടാകുക. ക്രൈസിസ് തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ്. അതായത് മാധ്യമങ്ങളുമായുള്ള ബന്ധം വലിഞ്ഞു മുറുകും,
അങ്ങനെയാണ് അത് സംഭവിക്കുക. ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ രൂപപ്പെടുന്ന ഘട്ടം. ഈ ഓവർ എക്സ്പോഷർ എന്ന ഒരു ചെറിയ ആശങ്ക എനിക്കും ഈ കാര്യത്തിലുണ്ട് യഥാർത്ഥത്തിൽ. റൈറ്റ്. എന്തായാലും വി ഡി സതീശൻ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നു. വളരെ പോസിറ്റീവായ ചില സിഗ്നലുകൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിലും സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഒക്കെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് വി ഡി സതീശൻ തന്നെ നൽകുന്നുണ്ട്. ഇതൊരു ടീമാണ് എന്ന് ഭരണത്തിലേക്കുള്ള സഞ്ചാരത്തിനിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു പക്ഷേ മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ടും ഇതൊരു ടീമാണ് എന്ന സിഗ്നൽ വി ഡി സതീശൻ നൽകുന്നത്. നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ ടീമിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുക എന്നുള്ളത്. വിമർശനത്തിനും വിശകലനത്തിനുമൊക്കെ ഒരുപാട് സമയം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സമയം കൊടുത്തതിന് ശേഷം മാത്രമേ അത്തരം സംഗതികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്ന ഒരു UDF സർക്കാരാണ്. അവർക്ക് കാര്യങ്ങൾ പഠിച്ചു വരാൻ ഈ 10 വർഷത്തിന് ഇടെ ഉണ്ടായ സംഭവങ്ങൾ അവർ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തിയതിനപ്പുറം ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് ആ വിഷയങ്ങളെ പഠിച്ചെടുക്കാൻ ഒരു സമയം ആവശ്യമായിട്ട് വരും. ആ സമയം കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അത്തരം വിശകലനങ്ങളിലേക്കൊക്കെ കടക്കാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.